DGP സാറിൻ്റെ ഇൻ്റർവ്യൂവിലൊക്കെ ഇങ്ങനെ പുള്ളിപ്പാടല്ലല്ലോ. ഒരു കുട്ടി സാമിയെ വല്യച്ഛ അയ്യപ്പ ആൾക്കിനെ വരെ വല്യച്ഛ എന്നാണ്. ഇതെല്ലാം കാണാൻ കഴിഞ്ഞതായി ഈ മുതലിനെ കിട്ടിയത് കൊണ്ടാണ്. ഹായ്, എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. അപ്രതീക്ഷിതമായിട്ടൊരു യാത്രയാണ് കേട്ടോ, അൺഎക്സ്പെക്റ്റഡ് ട്രാവൽ. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമാണ് കേട്ടോ മുഖത്ത്. അപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ മുൻപ് ആദ്യം കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇത് കഴിഞ്ഞ ഞായറാഴ്ച എടുത്തൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. കുഞ്ഞു വീഡിയോ പറഞ്ഞാൽ എനിക്ക് വലിയ വിശേഷമുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച എൻ്റെ അച്ഛൻ ശബരിമലയ്ക്ക് പോണ ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് ഞങ്ങൾ വീട്ടിലേക്ക് പോകണമെന്നൊക്കെ കരുതിയിരുന്നു. പക്ഷെ അന്ന് ചില സാഹചര്യങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് പോകാൻ കഴിഞ്ഞില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു സങ്കടം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ആ സങ്കടം മാറ്റാനായിട്ട് പ്രസാദേട്ടൻ പിന്നെ ശനിയാഴ്ച രാത്രി എന്നോട് പറഞ്ഞു, നാളെ നേരത്തെ കുളിച്ചൊരുങ്ങിക്കോ, നമുക്ക് ദൂരെ ഒരു സ്ഥലത്തേക്ക് പോകാനുണ്ട്. അപ്പോൾ എങ്ങോട്ടാണ് ചോദിച്ചപ്പോൾ സസ്പെൻസ് ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു സസ്പെൻസ് ആയിട്ടുള്ള യാത്ര ഭയങ്കര ത്രില്ലല്ലേ. അപ്പോൾ രാവിലെ ഞാൻ നേരത്തെ എഴുന്നേറ്റു. 5 മണിക്ക് എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. 5:45 സാധാരണ എണീക്കാറ്. അപ്പോൾ 5 മണിക്ക് എഴുന്നേറ്റു. 6 മണിയായപ്പോഴേക്ക് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. അടുക്കള പണിയൊക്കെ കഴിഞ്ഞു, കുളിച്ചൊരുങ്ങി. ഒരു 6 മണി 6:30ക്ക് പോകണം കരുതി. പക്ഷെ പോക്ക് പിന്നെ ഒരു 6:45 കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ആ സമയമായി. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു 6:45 സമയത്ത്. അപ്പോൾ ഞാൻ പോയപ്പോൾ ഞാനിങ്ങനെ കുത്തി ഇങ്ങനെ ചോദിച്ചിട്ടോ, എങ്ങോട്ടാണ് പോകണത്. അപ്പോൾ ദൂരെ ഒരു ക്ഷേത്രത്തിലേക്കാണ് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, എങ്ങോട്ടാ? പറശ്ശിനിക്കടയിലോട്ടാണോ? അല്ല, പിന്നെ എങ്ങോട്ടാ? അപ്പോൾ പറയാം, മൃദംഗശൈലേശ്വരി ക്ഷേത്രം കാണാനാട്ടോ പോണത്. എനിക്കൊരുപാട് സന്തോഷമായി. കാരണം ഞാനിങ്ങനെ കേട്ടറിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ക്ഷേത്രത്തിലേക്ക് പോകുമെന്നും കരുതിയിട്ടില്ല, പോകാൻ ആഗ്രഹിച്ചിട്ടില്ല എന്ന് പറയുന്നതായിരിക്കും അതിലേറെ നല്ലത്. കാരണം ആഗ്രഹിച്ചിട്ടില്ലെന്ന് പറയാൻ കാരണം, ക്ഷേത്രം നിൽക്കുന്നത് കണ്ണൂർ ജില്ലയിലാണല്ലോ. അപ്പോൾ ഞാനൊരു മലപ്പുറം ജില്ലക്കാരി. ഞാനിപ്പോൾ അവിടുന്ന് ഇങ്ങനെ ഇവിടെ കണ്ണൂർ ജില്ലയിൽ അറ്റത്ത് നിൽക്കുന്ന ഈ ക്ഷേത്രത്തിലൊന്ന് തൊഴുത് പ്രാർത്ഥിക്കുക, അതിനുള്ള യോഗം ഉണ്ടാവുമെന്നൊക്കെ കരുതിയതായിരുന്നു കേട്ടോ. അതാണ് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല എന്ന് പറയാൻ കാരണം. ഏതായാലും ദേവീൻ്റെ അനുഗ്രഹം കൊണ്ട് ഏതായാലും ആ ക്ഷേത്രം കാണാൻ പോവുകയാണ് കേട്ടോ. അത് പോയി കാണാനും തൊഴുത് പ്രാർത്ഥിക്കാനും വഴിപാട് കഴിക്കാനുള്ള യോഗം ഉണ്ടായി. അങ്ങനെ ഞങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ കൂത്തുപറമ്പ് കഴിഞ്ഞിട്ടാണ് എന്നോട് പറഞ്ഞത് മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിലേക്കാണ്. അപ്പോഴാണ് ഞാൻ ഫോണെടുത്ത് വീഡിയോ എടുക്കാൻ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ തില്ലങ്കേരി എത്തി. അപ്പോൾ തില്ലങ്കേരി എല്ലാവർക്കും അറിയാമല്ലോ, നമ്മളെ പ്രശസ്ത യൂട്യൂബേഴ്സായ അന്വിക്കുട്ടൻ്റെ നാടാണല്ലോ അത്. തില്ലങ്കേരി, എൽസൺ തില്ലങ്കേരി, ആകാശ് തില്ലങ്കേരി അങ്ങനെ കേട്ടിട്ടുണ്ടെന്നല്ലാതെ ആദ്യമായിട്ടാണ് തില്ലങ്കേരി എന്ന് പറഞ്ഞ സ്ഥലം കാണുന്നത്. ജില്ലയിലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എത്രയോ ദൂരത്താണ് നിൽക്കുന്നത്. ഇത് മുഴക്കുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്ത്, മുഴക്കുന്ന് ശ്രീ മൃദംഗശൈലേശ്വരി ടെമ്പിൾ. അതേ സ്ഥലം ആണ്. നല്ല ഭംഗിയുള്ള വീടുകൾ, എല്ലാ കമ്മ്യൂണിറ്റിയുണ്ട്. നമ്മുടെ തില്ലങ്കേരി വില്ലേജ് ഓഫീസ് തില്ലങ്കേരി. അതാണ് തില്ലങ്കേരി. ഇപ്പോൾ ഉണർന്നു വരുന്നേ
ഒരു നാടൻ പ്രദേശമാണ് കേട്ടോ മുഴക്കുന്ന് എന്ന് പറയുന്നത്. സാധാരണ കൃഷിക്കാരൊക്കെ ഒരു നാട്, നമ്മൾ നാട്ടിൻപുറത്ത് കൂടെ പോണ പോലെ തന്നെ. ഇപ്പം മുഴക്കുന്നെത്തി ഞങ്ങളിതാ ക്ഷേത്രത്തിലേക്ക് പോകുന്ന ആ റോഡിനിങ്ങനെ തിരിഞ്ഞത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എത്താനായി. ക്ഷേത്രം പുരാതനമായിട്ടൊരു ക്ഷേത്രമാണത്രേ. ഇവിടെയൊക്കെ സിപ്പിൻ്റെ ചെങ്കൊടിയുടെ നാടാണല്ലോ. ക്ഷേത്രത്തിലെ നാടാണ്. അങ്ങനെ ഞങ്ങളിതാ ക്ഷേത്രത്തിലെത്തിട്ടോ. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ മുൻപിലിതാ വണ്ടി പാർക്ക് ചെയ്തു. അപ്പോൾ ഒരുപാട് ആഗ്രഹിച്ച ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് എത്തിയിരിക്കുന്നത്. ഇനി ഞങ്ങൾ നേരെ ക്ഷേത്രത്തിലേക്ക് കയറുകയാണ് കേട്ടോ. ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ക്ഷേത്രത്തിലെത്തി. അങ്ങനെ ഞങ്ങളിതാ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലെത്തി. ഇനി കുളത്തിൽ പോയിട്ടൊന്ന് കയ്യും കാലൊക്കെ ഒന്ന് കഴുകി വരട്ടെ. ഇപ്പോൾ കുളം അത്യാവശ്യം വലിയൊരു കുളം തന്നെയാണ് കേട്ടോ. വെള്ളം അത്യാവശ്യമുണ്ട്. ഇപ്പോൾ കുളത്തിലിറങ്ങി ഒന്ന് കാലൊക്കെ ഒന്ന് കഴുകി പിന്നെ ഒന്ന് വഴിപാട് ഷീട്ടാക്കാനുണ്ട്. ഇവിടെ എല്ലാ വഴിപാടുകളും ഉണ്ട് കേട്ടോ. പക്ഷേ പ്രധാനമായിട്ട് നെയ്വിളക്ക് കത്തിച്ച് നമ്മളാഗ്രഹം പറഞ്ഞാൽ ദേവി അത് നടത്തിത്തരും എന്നാണ് പറയുക. അഭീഷ്ട സിദ്ധി വരദായിനിയാണത്രേ ദേവി. അപ്പം ഞങ്ങൾ കുളത്തിലൊക്കെ കാലും കഴുകി പിന്നെ നേരെ വഴിപാട് ഷീട്ടാക്കാൻ പോയി. അപ്പോൾ അവിടെ ചെന്നിട്ട് രണ്ടാൾക്കും വഴിപാടൊക്കെ ഷീട്ടാക്കി അങ്ങനെ ദാ ഞങ്ങൾ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക്. അങ്ങനെ ദാ ഞങ്ങൾ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലെത്തിയിട്ടോ. അപ്പോൾ ഇതാണ് ശ്രീ മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം. കേരളസിംഹം എന്നറിയപ്പെടുന്ന നമ്മുടെ പഴശ്ശിരാജേൻ്റെ ആരാധനമൂർത്തിയായ പരദേവതയായ ശ്രീ മൃദംഗ ശൈലേശ്വരി ദേവി, ദുർഗ, ശ്രീ ഭദ്രകാളി, ശ്രീ പാർവതി എന്നീ 3 ദേവീ രൂപത്തിലാണ് ദേവിയുടെ കുടികൊള്ളുന്നത് കേട്ടോ. കണ്ണൂർ ജില്ലയിലെ മുഴക്കുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ മുഴക്കുന്നിൻ്റെ ആദ്യത്തെ പേര് മിഴാവുകുന്ന് എന്നാണത്രേ. മിഴാവുകുന്ന് പിന്നെ ലോപിച്ച് മുഴക്കുന്ന് എന്നായതാണ്, അങ്ങനെയാണ് പറയപ്പെടുന്നത്. പിന്നെ ഈ ക്ഷേത്രം കാണണമെന്ന് ആഗ്രഹിച്ചിരുന്നു എന്ന് പറയാൻ കാരണം മുൻ DGP അലക്സാണ്ടർ ജേക്കബ് സാറിൻ്റെ ഇൻ്റർവ്യൂ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അദ്ദേഹം ഈ ക്ഷേത്രത്തെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. കാരണം ഈ ക്ഷേത്രത്തിലെ വിഗ്രഹം 3 തവണ മോഷണം പോയി. മോഷ്ടിച്ചവർ തന്നെ വിഗ്രഹം തിരിച്ചേൽപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. പിന്നീട് ഈ കള്ളന്മാരെ പിടിച്ചപ്പോൾ അവർ പറഞ്ഞതാണത്രേ, ഈ വിഗ്രഹം മോഷ്ടിച്ച് കൊണ്ടുപോകുമ്പോൾ സ്ഥലകാല ബോധമില്ലാതെ ആവുക, മാനസിക വിഭ്രാന്തി പിടിപെടുക, പിന്നെ മലമൂത്രം നിൽക്കാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, അങ്ങനത്തെ ഒരു അവസ്ഥയാണത്രേ ഈ വിഗ്രഹം മോഷ്ടിച്ചവർക്ക് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ മോഷ്ടിച്ചവർക്ക് എവിടെയും എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. കൊണ്ടുപോയിട്ട് പകുതി വഴിക്ക് ഉപേക്ഷിച്ചതാണ്. ഒരു പ്രാവശ്യം കേരള അതിർത്തിയിലാണ് ഉപേക്ഷിച്ച് പോയത്. അതിൻ്റെ കൂടെ ഒരു കുറിപ്പുണ്ടായിരുന്നു, മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തെ വിഗ്രഹമാണിതെന്ന് പറഞ്ഞിട്ട്. പിന്നെ വയനാട് ജില്ലയിൽ നിന്ന് കിട്ടി, അങ്ങനെയൊക്കെ പറയപ്പെടുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് മോഷണം പോയതൊന്നും കേട്ടിട്ടില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ ആ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലും പുറത്തെല്ലാം തൊഴുതു. പുറത്ത് നാഗദൈവങ്ങളുണ്ട്, കിരാതമൂർത്തി ഉണ്ട്, എവിടെ എല്ലാം തൊഴുതു. പാർത്ഥസാരഥി ഉണ്ട്, എല്ലായിടത്തും തൊഴുതു. ഞങ്ങളിതാ പ്രസാദം വാങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ. പ്രസാദമൊക്കെ വാങ്ങിയതാണ്. ഒരു കുട്ടി സാമി വല്യച്ച അയ്യപ്പ അളിക്കിനെ പറയാൻ വല്യച്ച എന്നാ വിളിക്കിനെ. ഞങ്ങൾ രാവിലെ ഒരു 8-8:30 മണിയായപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ വന്നപ്പോൾ അധികം ആൾക്കാരൊന്നുമില്ല, കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അതുകൊണ്ട് ശാന്തമായിട്ട് സമാധാനത്തിൽ ദേവിയെ തൊഴുത് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞു കേട്ടോ. എനിക്കിവിടെ വീഡിയോ എടുത്തിട്ടും ഫോട്ടോ എടുത്തിട്ടൊന്നും മതിയാവുന്നില്ല.
കേട്ടോ. ഒരിക്കലും കാണാൻ ആഗ്രഹിച്ചിട്ടില്ല എന്ന് പറഞ്ഞത് സത്യം. കാരണം നമുക്ക് കാണാൻ പറ്റാത്ത പോകാൻ കഴിയാത്തൊരു ക്ഷേത്രമാണെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ഇവിടെ വന്ന് തൊഴുത് പ്രാർത്ഥിക്കാനും വഴിപാട് കഴിക്കാനൊക്കെ ഭാഗ്യം കിട്ടി. അത് ദേവീൻ്റെ അനുഗ്രഹമായിട്ട് കരുതുന്നു. ഇതിലേറെയൊക്കെ പുറമെ പ്രസാദേട്ടനെ കിട്ടിയതുകൊണ്ടാണ് ഇവിടെ വന്ന് തൊഴുത് പ്രാർത്ഥിക്കാനും വഴിപാട് കഴിക്കാനും ഇവിടെ ഒന്ന് കാണാനും ഒക്കെ വലിയൊരു ഭാഗ്യം ഉണ്ടായത്. അതും കൂടെ അതിൽ പറയാം കേട്ടോ. പ്രസാദേട്ടനെ കിട്ടിയിട്ടില്ലെങ്കിൽ ഇവിടെ ഒന്നും കാണൂല. ആകെ കണ്ണൂർ ജില്ലയിൽ വന്ന് കണ്ടത് പറശ്ശിനിക്കടവ് മാത്രമാണ്. ഇങ്ങനൊരു ക്ഷേത്രം ഞാൻ ഒരുപാട് മുൻപ് കേട്ടിട്ടുണ്ട്. ഓഫീസിലായിരുന്നപ്പോഴൊക്കെ സാറുമാരൊക്കെ പറയുന്നിട്ടുണ്ട് ഭയങ്കര ഫേമസ് ആയ ക്ഷേത്രമാണ്. പിന്നെ DGP അലക്സാണ്ടർ ജേക്കബ് സാറിൻ്റെ ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ട്. അതിനെ കണ്ടപ്പോഴും ഇതൊന്നും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ക്ഷേത്രമല്ല, കാണാൻ കഴിയില്ല എന്നൊക്കെ കരുതിയതാണ്. പക്ഷേ ഇവിടെ വന്ന് തൊഴുത് പ്രാർത്ഥിക്കാൻ തന്നെ ഒരുപാട് ദേവിക്ക് നന്ദി പറയാം. ഇങ്ങനെ ക്ഷേത്രനടേൻ്റെ മുൻപിൽ നിന്നിട്ട് വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാൻ കഴിഞ്ഞത് ഞങ്ങളുടെ ഭാഗ്യം തന്നെയാണ്. കാരണം അധികം തിരക്കൊന്നുമില്ല. സ്വാമിമാരൊക്കെ ഒരുപാട് പേരുണ്ട്, അവരൊക്കെ ഇങ്ങനെ തൊഴുതുകൊണ്ടിരിക്കുന്നുണ്ട്. ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് വീഡിയോ ഫോട്ടോഗ്രാഫിയൊക്കെ അനുമതിയോട് കൂടിയൊക്കെ എടുക്കാം കേട്ടോ. പക്ഷേ ഞാൻ അങ്ങനെ പെർമിഷനൊന്നും വാങ്ങിയിട്ടില്ല. എനിക്കത് ഉള്ളിലൊക്കെ പോയിട്ട് അങ്ങനെ വീഡിയോ എടുക്കാൻ എനിക്ക് അത്ര ധൈര്യം പോരാ. പിന്നെ ആ ക്ഷേത്രത്തിന് തൊട്ടടുത്തായിട്ട് സരസ്വതി മണ്ഡപമുണ്ട്. സരസ്വതി മണ്ഡപത്തിൽ പഴശ്ശിരാജൻ്റെ ഒരു ശില്പമുണ്ട്. പിന്നെ മൃദംഗശൈലേശ്വരി ദേവീൻ്റെ ദേവീസ്തുതി ഇതാ അവിടെ ഒരു ഫലകത്തിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ സരസ്വതി മണ്ഡപത്തിലാണ് കേട്ടോ. പഴശ്ശിരാജൻ്റെ പ്രതിമയുണ്ട്. ഈ സരസ്വതി സ്തുതി എഴുതി വെച്ചിട്ടുണ്ട്. അധികം തിരക്കൊന്നുമില്ല, എന്നാൽ തിരക്ക് കുറച്ചുണ്ട്. ഏതായാലും DGP അലക്സാണ്ടർ ജേക്കബ് സാർ പറഞ്ഞ ആ ക്ഷേത്രമാണിത്. 3 തവണ ഈ ഇവിടുത്തെ വിഗ്രഹം മോഷണം പോയി. ആ മോഷ്ടിച്ച ആൾക്കാർ തന്നെ തിരിച്ചിങ്ങോട്ടല്ലേ ആ വിഗ്രഹം തിരിച്ചെത്തിച്ച ആ ക്ഷേത്രമാണ് ഇപ്പോൾ അത്. അതൊക്കെ ഇൻ്റർവ്യൂവിലൊക്കെ ഒരുപാട് ആൾക്കാർ കേട്ടിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും, അറിഞ്ഞിട്ടുണ്ടാവും. പിന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എന്നാലും നല്ല ഭംഗിയുണ്ട് ക്ഷേത്രം കാണാൻ. പഴയ നല്ല ചുവന്ന കട്ടനി പതുമ്പോൾ മണ്ണ് തേക്കുന്നുണ്ട്. പണിക്കാർ ഒരുപാടുണ്ട്. പിന്നെ സ്വാമിമാർ ഒരുപാടുണ്ട്. ഇതെല്ലാം കാണാൻ കഴിഞ്ഞതായി ഈ മുതലിനെ കിട്ടിയത് കൊണ്ടാണ്. സത്യം പ്രസാദം ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാണ് ഇത് കാണാൻ. ഇതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് മൈ ഡിയർ ഹസ്ബൻഡ്. ഫുള്ള് ഫോട്ടോ എടുക്കാൻ മടിയില്ല. ആൾ ഇവിടെ വന്നാൽ ഫുള്ള് ഫോട്ടോ എടുക്കലാണല്ലോ. ഞാൻ പറഞ്ഞ സത്യം കേട്ടോ പ്രസാട്ടിന് കിട്ടിയത് കൊണ്ടാണ് ഇവിടെ ഒന്ന് തൊഴിൽ പ്രാർത്ഥിക്കാൻ്റെ ഭാഗ്യം കിട്ടിയത്. ഒരുപാട് താങ്ക്സ്. കുന്ന് ഭഗവതി. സത്യം പറഞ്ഞാൽ ഈ ക്ഷേത്രം കാണാൻ കഴിയും തന്നെ കരുതിയിട്ടില്ല. കാരണം അന്നൊക്കെ ഈ ക്ഷേത്രത്തിനെ കുറിച്ച് DGP സാറിൻ്റെ ഇൻ്റർവ്യൂവിലൊക്കെ ഇങ്ങനെ ഈ ക്ഷേത്രത്തിനെ കുറിച്ച് കേട്ടപ്പോൾ എന്താ പറയുക, കാണുമെന്ന് വിചാരിച്ചിട്ടില്ല. പിന്നെ ഒരുപാട് ദൂരെ കണ്ണൂർ ജില്ലയ്ക്ക് ഒരുപാട്, ഞങ്ങൾ മലപ്പുറം ജില്ല അങ്ങ് എവിടെ കിടക്കണേ, ഒരിക്കലും കാണാൻ കഴിയും എന്ന് ഒരിക്കലും കഴിഞ്ഞിട്ടില്ല. ദൈവത്തിൻ്റെ അനുഗ്രഹമായിട്ട് കാണും. നമുക്കും അവിടെ നിന്ന് ഫോട്ടോ എടുക്കാം. ആരെങ്കിലും ഒക്കെ എടുത്ത് തന്നു. ഞങ്ങൾക്കൊരു ഫോട്ടോ എടുക്കണം അവിടെ നിന്നിട്ട്. അതിന് വേണ്ടി ഇങ്ങനെ ആരെങ്കിലും എടുത്ത് തരണം. ശരിയാവില്ല. മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിൽ വന്നിട്ട് അത് പറയാൻ തന്നെ കിട്ടുന്നില്ല. ഒരു ഫോട്ടോ എടുക്കാൻ ഇങ്ങനെ ആരെങ്കിലും നോക്കി നടക്കുകയാണ് ആ ഗ്യാപ്പിൽ. ഒരുപാട് ആൾക്കാർ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ
ക്ഷേത്ര നടക്കൽ നിന്നിട്ടൊരു ഫോട്ടോ എടുക്കണം എന്ന് കരുതിയിട്ട് ഒരു പയ്യനോട് ഞങ്ങൾ ഫോട്ടോ എടുപ്പിച്ചു കേട്ടോ. നമ്മൾ സെൽഫി എടുക്കുന്ന പോലെ അല്ലല്ലോ, വേറൊരാളെ കൊണ്ട് നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ എടുത്തൊരു ഫോട്ടോ ആണ് കേട്ടോ ഇത്. കേരളത്തിലെ ക്ഷേത്രങ്ങൾ കാണാൻ അത് വേറെ തന്നെയാണ്, എന്ത് രസമാണ് കാണാൻ. ഇങ്ങനെ ആരെങ്കിലും വീട് വയ്ക്കുമോ? ഇങ്ങനെ കട്ട വെട്ട് കല്ല് ചുവന്ന എന്ത് ഭംഗിയാണ് കാണാൻ. നല്ല രസമാണ്. ഒരുപാട് ആൾക്കാർ ഫോട്ടോ എടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എൻ്റെ അച്ഛൻ ഇന്ന് ശബരിമലയ്ക്ക് പോണ ദിവസമാണ്. അച്ഛൻ എല്ലാ വർഷം പോകണല്ല, ഈ വർഷം അച്ഛൻ ഒറ്റയ്ക്ക് ഞാൻ ഇല്ലാതെ പോയിക്കോട്ടെ പറഞ്ഞിട്ട് ഇവിടെ കാണാനായിട്ട് വന്നതാണ്. അപ്പോൾ ഞാൻ പോവാത്തതിൻ്റെ ഒരു ദേവി അച്ഛൻ അനുഗ്രഹിച്ചോളൂ, അനുഗ്രഹിക്കായിരിക്കും. ഇവിടെ വന്ന് ദേവീനെ കാണാൻ കഴിഞ്ഞിട്ട്. മുഴക്കുന്ന് ഭഗവതി തില്ലങ്കേരി ഞാൻ കാണാത്ത. ഞങ്ങൾ കൊട്ടിയൂരൊക്കെ വന്നിട്ടുണ്ട്, കൊട്ടിയൂർ റോഡല്ല അത്. ദൈവം എൻ്റെ ബാഗ് ഇവിടെ തന്നെ ഇവിടെ വെച്ചാണ് ഫോട്ടോ വീഡിയോ. ഒരു ശാന്തമായ സ്ഥലം, ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കാനൊക്കെ പറ്റും. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതി സദാ. സരസ്വതി സ്തുതിയാണ് കേട്ടോ അത്. അങ്ങനെ ഒരുപാട് നേരം ഞങ്ങളവിടെ ഇരുന്നു കേട്ടോ. കുറേ നേരം ഇരുന്ന് വർത്താനം പറഞ്ഞു. പിന്നെ ഞങ്ങൾ പോരാൻ ഒരുങ്ങുകയാണ്. അപ്പോൾ പോരാൻ നേരത്ത് ദേവീനെ നടക്കൽ നിന്നിട്ട് കുറച്ചും കൂടി നേരം നിന്നൊന്ന് തൊഴുതു പ്രാർത്ഥിച്ചു ഞങ്ങൾ രണ്ടാളും. പിന്നെ ഞങ്ങൾ തിരിച്ച് പോരാൻ നോക്കുകയാണ്. പക്ഷേ എനിക്ക് പോരാൻ തന്നെ തോന്നണില്ല, അവിടെ തന്നെ ഇരിക്കാനാണ് എനിക്ക് തോന്നുന്നത്. അത്രയ്ക്ക് ശാന്തമായിട്ടൊരു സ്ഥലമാണ് കേട്ടോ അത്. ക്ഷേത്രത്തിൽ തൊഴുത് ഒരുപാട് നേരം നിന്നു. ഞങ്ങൾ തിരിച്ചു പോകാൻ കേട്ടോ. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇവിടുന്ന് പോകാൻ തന്നെ തോന്നില്ല, പ്രസാദിന് ഇങ്ങനെ ചീക്കറിയിട്ട് പോകാൻ. ഇപ്പോൾ ഇനി ഇവിടെ ഒന്ന് തൊഴുത് പ്രാർത്ഥിക്കാൻ്റെ ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞിട്ടാട്ടോ കൊണ്ട് പോകാൻ. അങ്ങനെ ഞങ്ങളിതാ ക്ഷേത്രത്തിന് പുറത്തിറങ്ങി. അപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ തന്നെ നടപ്പന്തലിൻ്റെ മുൻപ് തന്നെ കാപ്പി ഉണ്ട് കേട്ടോ, നല്ല ചുക്ക് കാപ്പി കുളത്തിൻ്റെ കരയിലായിട്ട്. അപ്പോൾ കുളത്തിൻ്റെ കരയിലിരുന്നിട്ട് ഞങ്ങൾ കാപ്പിയൊക്കെ കുടിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്നു. പിന്നെ ഒരുപാട് വരുന്നവരും പോകുന്നവരൊക്കെ ഉണ്ട്, സ്വാമിമാരുണ്ട്, കുട്ടികളുണ്ട്. പക്ഷേ ഞങ്ങൾ വന്നപ്പോൾ അധികം തിരക്കില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ. പക്ഷേ ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. 2-3 ബസ് വന്ന് നിർത്തിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് വാഹനങ്ങൾ വേറെ, നല്ല തിരക്കായിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു അത്ഭുതം എന്താണെന്ന് വെച്ചാൽ ഇതാ കുളത്തിൻ്റെ കരയിലായിട്ട് ഒരു മരം ഉണ്ട് കേട്ടോ. നാഗലിംഗ മരം. ഇങ്ങനെ ഒരു മരം ഞാൻ കണ്ടിട്ടേ ഇല്ല. ഒരു പ്രത്യേക തരം മരം. അപ്പോൾ കെനോൺ ബാട്ടറി എന്നാണ് ഇതിൻ്റെ ഇംഗ്ലീഷ് നെയിം കേട്ടോ. അപ്പോൾ പൂക്കളും ഒരുപാടുണ്ട്, നല്ല മണമുണ്ട് കേട്ടോ. നിറയെ മൊട്ടുമുണ്ട്. ശരിക്കും ഒരു പാലപ്പൂവിൻ്റെ ഒക്കെ മണം പോലെ. നാഗലിംഗ മരം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പാമ്പുകളൊക്കെ, നാഗം എന്ന് പറഞ്ഞാൽ പാമ്പല്ലേ. അപ്പോൾ ഇത് തൊടാൻ പാടുണ്ടോ ഒന്നും എനിക്കറിയില്ല. എന്നാലും ഞാനിത് തൊട്ടിട്ടുണ്ട് കേട്ടോ. പൂവും നല്ല ഭംഗിയുണ്ട്. നാഗലിംഗ മരത്തിൻ്റെ പൂവ് നല്ല മണമുണ്ട്. ഞാൻ കാണാത്തൊരു മരാട്ടം. ക്ഷേത്രക്കുളത്തിൻ്റെ സമീപത്തായിട്ടുള്ളൊരു മരം. അങ്ങനെ ഞങ്ങളിതാ തിരിച്ചു പോന്നപ്പോൾ ഞങ്ങൾക്ക് നോട്ടീസ് തന്നു കേട്ടോ. തൃക്കാർത്തികോത്സവത്തിൻ്റെ വമ്പൻ പരിപാടികളൊക്കെ ഉള്ളൊരു നോട്ടീസാണെന്ന് പറഞ്ഞിട്ടൊരു നോട്ടീസ് തന്നു. അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത കടയിൽ നിന്ന് ഞങ്ങളൊരു ദേവീൻ്റെ ഫോട്ടോ വാങ്ങിയിട്ടോ. ഇവിടെ വന്നതിന് എന്തെങ്കിലും ഒരു തെളിവ് വേണ്ടേ. എന്നിട്ടൊരു കടും പായസമാണ്, പിന്നെ ദേവീൻ്റെ ഒരു ഫോട്ടോ, ഇത്ര മതി. അങ്ങനെ തിരിച്ചു പോരുകയാണ് കേട്ടോ. അപ്പോൾ പോരുന്ന വഴിക്ക് ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയത് വേറൊരു വഴി കൂടെയാണ്. അവിടെ പഴശ്ശിരാജൻ്റെ വലിയൊരു ശില്പമുണ്ട് കേട്ടോ. കേരള സിംഹം എന്നറിയപ്പെടുന്ന പഴശ്ശിരാജനെ കുറിച്ച് ചരിത്രത്തിലൊക്കെ നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ. വലിയൊരു ശില്പമാണ് കേട്ടോ ഇത്. നല്ല രസമുണ്ട് കാണാൻ. അങ്ങനെ ക്ഷേത്രത്തിന് പുറത്തെത്തി. പ്രസാദേട്ടനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പ്രസാദേട്ടൻ വണ്ടി എടുക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷം തോന്നിയ, ദേവീൻ്റെ അനുഗ്രഹം കിട്ടിയൊരു ദിവസമായിരുന്നു കേട്ടോ എനിക്ക്.
അപ്പോൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ ക്ഷേത്രത്തിൽ പോകാൻ അവസരം കിട്ടിയാൽ ആരും പാഴാക്കണ്ട കേട്ടോ. അത് നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു അനുഗ്രഹമായിരിക്കും. അങ്ങനെ ദേവീൻ്റെ അനുഗ്രഹമൊക്കെ വാങ്ങി ഇനി ഞങ്ങൾ പോണത് മറ്റൊരു സ്ഥലത്തേക്കാണ് കേട്ടോ. ആ വിശേഷങ്ങളും ആ കാഴ്ചകളും അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ഈ കുഞ്ഞു വിശേഷങ്ങൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു.